ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതായ വളരെ സുപ്രധാനമായ മര്യാദകളാണ് അഊദു ചൊല്ലുക, പാരായണത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക തുടങ്ങിയതെല്ലാം. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നാം കഴിഞ്ഞ സന്ദർഭങ്ങളിലായി മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ പരിശുദ്ധ ഖുർആൻ പാരായണം വളരെ ഭംഗിയായ സ്വരഭംഗിയോടുകൂടി നിർവഹിക്കപ്പെടേണ്ട ഒന്നാണ്. സയ്യിനുൽ ഖുർആന ബി അസ്വാതികും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ശബ്ദങ്ങളെ കൊണ്ട് അലങ്കരിക്കുക, ഭംഗിയുള്ളതാക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി കൽപ്പിക്കുന്നു. വറത്തിലിൽ ഖുർആന തർത്തീല, താങ്കൾ പരിശുദ്ധ ഖുർആനിനെ തർത്തീൽ ചെയ്തു കൊള്ളണം. സ്വരഭംഗിയോടുകൂടി ആശയ അർത്ഥം ആലോചിച്ചുകൊണ്ട് വളരെ സാവധാനത്തിൽ ഉള്ള പാരായണം ഇതാകുന്നു തർത്തീൽ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. എന്നാൽ ഇങ്ങനെ പാരായണം നിർവഹിക്കപ്പെടുമ്പോൾ പാരായണത്തിൻ്റെ ഭംഗിയെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ മണിച്ചുകൊണ്ട് പാരായണം നിർവഹിക്കേണ്ടതുണ്ട്. അഥവാ ചില ഹർഫുകളെ പാരായണത്തിൽ മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉച്ചരിക്കേണ്ട രണ്ട് അക്ഷരങ്ങളാണ് നൂനും മീമും. നൂനും മീമും എപ്പോഴും അതിൽ ദാതീയത്തായ ഒരു സിഫത്തായ നിലക്ക്, അതായത് അടിസ്ഥാനമായി അതിൽ ആ രണ്ട് ഹർഫുകളിലും ഉള്ള ഒരു സ്വരവിശേഷണം എന്ന നിലക്ക് അതിൽ ഉന്നത്ത് ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയും. അഥവാ മണിക്കുക എന്ന ഒരവസ്ഥ അതിനെപ്പോഴും ഉള്ളതായിട്ട് കാണുവാൻ കഴിയും. എന്നാൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് ആ രണ്ടക്ഷരങ്ങൾക്കും തന്നെ ഷദ് നൽകപ്പെടുമ്പോൾ, ദിത്വം നൽകപ്പെടുമ്പോൾ. ഷദ്ദുള്ള നൂനും ഷദ്ദുള്ള മീമും. യഥാർത്ഥത്തിൽ ഉച്ചാരണത്തിൽ സുക്കൂനുള്ളതും ഹർക്കത്തുള്ളതുമായ രണ്ടക്ഷരങ്ങൾ ചേർത്ത് ഇരട്ടിപ്പിക്കുകയാണ് ഷദ് നൽകുക എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത്. സുക്കൂനുള്ള ഒരക്ഷരം അതേ അക്ഷരം തന്നെ തൊട്ടു പിന്നാലെ ഹർക്കത്തുള്ള മറ്റൊരക്ഷരവുമായി ചേർത്തുകൊണ്ട് കൂട്ടി ഇരട്ടിപ്പിക്കുക. അതാണ് ഷദ് നൽകുമ്പോൾ സംഭവിക്കുന്നത്. ഇന്ന സുമ്മ എന്നൊക്കെ പറയുമ്പോൾ ഇൻ എന്ന് ആദ്യം സുക്കൂനോടുകൂടി തുടങ്ങി ന എന്ന് പിന്നെ ഹറക്കത്തുള്ള അക്ഷരത്തിൽ കൊണ്ട് ചെന്ന് അവസാനിപ്പിക്കുമ്പോൾ അവ രണ്ടിനെയും ചേർത്തു പറഞ്ഞുകൊണ്ട് ഷദ്ദോടുകൂടി ദിത്വം നൽകിക്കൊണ്ട് ശബ്ദിക്കുക. ഇതാണല്ലോ ഷദ് നൽകുമ്പോൾ സംഭവിക്കുന്നത്. ഇങ്ങനെ ഷദ് നൽകപ്പെടുന്ന നൂനും മീമും ഒരു പദത്തിൻ്റെ മധ്യത്തിലും അന്ത്യത്തിലും വരാവുന്നതാണ്. ഒരു പദത്തിൻ്റെ മധ്യത്തിലും അന്ത്യത്തിലും വരാവുന്നതാണ്. അവ ഇസ്മിലും ഫിഅലിലും ഹർഫിലും അഥവാ ക്രിയ, നാമം, അവ്യയം ഇവയിലൊക്കെ ഉണ്ടാകാവുന്നതാണ്. ഇസ്മിലും ഫിഅലിലും ഹർഫിലുമൊക്കെ ഷദ്ദുള്ള നൂനും മീമും കാണപ്പെടാവുന്നതാണ്. ഇങ്ങനെ ഷദ്ദുള്ള നൂനിനെയും മീമിനെയും രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാകുന്നു. എവിടെയൊക്കെ അത് ഷദ്ദുള്ളതായി നാം കാണുന്നുവോ, പാരായണത്തിനിടയിൽ ഷദ്ദുള്ള നൂനും മീമും എവിടെയൊക്കെ വരുന്നുവോ അവിടെയൊക്കെയും മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട രണ്ടക്ഷരങ്ങളാകുന്നു അവ. നാം പറഞ്ഞു, ഇത് ചിലപ്പോൾ ഒരു പദത്തിൻ്റെ മധ്യത്തിൽ വരാം, അല്ലെങ്കിൽ പദത്തിൻ്റെ അന്ത്യത്തിലും വരാം. ഉദാഹരണമായി വയുമന്നീഹിം, ഇവിടെ ഒരു പദത്തിൻ്റെ മധ്യത്തിലായിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന ഇവിടെ പദത്തിൻ്റെ അന്ത്യത്തിലാകുന്നു. അതുപോലെ തന്നെ മീമും ഉമ്മതുകും ഈ പദത്തിൻ്റെ മധ്യത്തിലായി ഷദ്ദുള്ള മീമിനെ നാം കാണുകയാണ്. അതുപോലെ സുമ്മ പദത്തിൻ്റെ അന്ത്യത്തിലായിക്കൊണ്ട് ഷദ്ദുള്ള മീമ് വന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കാണപ്പെടുന്ന എല്ലാ ഷദ്ദുള്ള നൂനിനെയും മീമിനെയും മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം എന്നതാണ് നിയമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന പാരായണം ഇവിടെ ഈ രണ്ട് ഹർഫുകൾക്കും നൽകപ്പെടുന്നത് ഗുന്നത്താണല്ലോ, അഥവാ മണിക്കുക എന്ന അവസ്ഥ. ഈ ഗുന്നത്താകട്ടെ അതിൻ്റെ മഖ്റജ്, അതിൻ്റെ ഉച്ചാരണ സ്ഥാനം ഖൈശൂം ആണെന്ന് കാണുവാൻ കഴിയും. അഥവാ മൂക്കിൻ്റെ ഉൾഭാഗത്ത് നിന്ന് മേലെ
ഉള്ള ആ ഒരു സ്ഥാനത്ത് നിന്നായിക്കൊണ്ടാണ് ആ ശബ്ദം വരുന്നത്. മൂക്കിൻ്റെ ഉൾഭാഗത്ത് മേലോട്ടായിക്കൊണ്ടുള്ള ഒരു സ്ഥാനം, അതാകുന്നു ഖൈശൂം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്നാകുന്നു ഈ മണിക്കുക എന്ന ശബ്ദം വരുന്നത്. ഇൻഷാ അല്ലാഹ് മഖ്റജുകളെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹു തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം അങ്ങേയറ്റം ഭംഗിയുള്ളതും ആകർഷണീയമായിരുന്നു എന്ന് സഹാബ കിറാം റളിയല്ലാഹു അൻഹും നമുക്ക് ഉദ്ധരിച്ചു തരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിലാവത്തിനെ കുറിച്ച്, പാരായണത്തെക്കുറിച്ച് നമുക്ക് വിവരിച്ച് ആയത്തുകളും വന്നതായി നമുക്ക് കാണുകയും ചെയ്യാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രൂപത്തിൽ പാരായണം ചെയ്യുവാൻ അവരെ പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പലപ്പോഴും പല സഹാബികളിൽ നിന്നും പാരായണം കേൾക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടു. വളരെ നല്ല നിലയിൽ, സുന്ദരമായ നിലക്ക് പാരായണം ചെയ്യുവാൻ അവരെ ഉത്ബോധിപ്പിച്ചു, ഉപദേശിച്ചു. ആ നിലക്കായിരിക്കണം നമ്മളും പാരായണം നിർവഹിക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പാരായണത്തിൻ്റെ ഭംഗിയെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഹർഫുകൾക്ക് ഉന്നത്ത് നൽകുക, പ്രത്യേകിച്ചും നൂനിനും മീമിനും ഉന്നത്ത് നൽകിക്കൊണ്ട് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നത്. അതുപോലെ ഉന്നത്ത് നൽകപ്പെടുന്ന മറ്റു സന്ദർഭങ്ങളുമുണ്ട്. സുക്കൂനുള്ള നൂനും തൻവീനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അതുപോലെ സുക്കൂനുള്ള മീമുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ, ഇതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദമായി മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിക്കാം. അഥവാ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അതിലൊക്കെയും മണിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ട സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ഗുന്നത്തിൻ്റെ അഅ്ലാ മറാത്തിബിൽ ഗുന്ന, അഅ്ലാ മറാത്തിബിൽ ഗുന്ന, ഗുന്നത്തിൻ്റെ ഏറ്റവും ഉയർന്ന പടിയാണ് നൂനിനും മീമിനും ശദ്ദ് നൽകപ്പെടുമ്പോൾ എന്ന്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. നൂനിനും മീമിനും ശദ്ദ് നൽകപ്പെടുമ്പോൾ ഗുന്നത്തിൻ്റെ മർത്തബകളിൽ, അതിൻ്റെ പടികളിൽ ഏറ്റവും ഉയർന്ന പടിയാകുന്നു ഇവ രണ്ടിനും ശദ്ദ് നൽകപ്പെടുമ്പോഴുള്ള അവസ്ഥ. അവിടെ ഏറ്റവും കൂടുതലായി ഗുന്നത്ത് പ്രകടമാവുന്നു എന്നതാണ് അതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഹർഫിനും ശദ്ദ് നൽകപ്പെടുമ്പോൾ പറയപ്പെടുന്നത് അത് അഅ്ലാ മറാത്തിബിൽ ഗുന്നയാണ് എന്നാണ്. ഇത്രയും കാര്യങ്ങൾ നാം ശദ്ദുള്ള നൂനും മീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയേണ്ടതായിട്ടുണ്ട്. എപ്പോഴും പാരായണം ചെയ്യുമ്പോൾ ഒരു മീമും നൂനും ശദ്ദ് നൽകപ്പെട്ടതായി കണ്ടാൽ അവിടെ ഒന്നും തന്നെ നാം മണിക്കാതെ ഓതിപ്പോവരുത് എന്നത് പ്രത്യേകം സൂക്ഷിക്കുക. വളരെ നല്ല നിലയിൽ ഭംഗിയായ ശബ്ദത്തിൽ നമ്മൾ ശദ്ദുള്ള നൂനും മീമും അതുപോലെ മറ്റ് ഉന്നത്ത് നൽകപ്പെടേണ്ട സന്ദർഭങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവ മണിച്ചുകൊണ്ട് വളരെ ഭംഗിയായി എല്ലാ അഹ്കാമുകളും പാലിച്ചുകൊണ്ട് പാരായണം നിർവഹിക്കണം. ഈ കാര്യം പ്രത്യേകം സൂക്ഷിക്കണം. ബിഇദ്നില്ലാഹി തആല വഫഖകുമുല്ലാഹ് വജസാകുമുല്ലാഹു ഖൈറൽ ജസാ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി വസഹ്ബിഹി അജ്മഈൻ.